സ്ഥലങ്ങൾ ഉണ്ടാക്കുന്ന ഖബർ രീതിയാണ്. അഥവാ കിബിലയുടെ ഭാഗത്തേക്കായിട്ട് ഖബറിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാം, മറ്റൊരു ചെറിയൊരു ദ്വാരം പോലെ ഉണ്ടാക്കി അതിലേക്ക് മയ്യത്തിനെ വെക്കുന്ന രീതിയാണ് ലഹദ് എന്ന് പറഞ്ഞാൽ. ഷക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഡയറക്റ്റ് ഖബറിൽ ഒരു കുഴി വെട്ടി നേരെ മയ്യത്തിനെ ഇറക്കി വെക്കുന്ന രീതിയാണ്. ഏതായാലും നല്ല ഉറച്ച സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ ലഹദാണ് അഫ്ദൽ. ഓക്കെ, ലഹദ് അഫ്ദലാവുന്നത് എപ്പോഴാണ്? ഭൂമി നല്ല ഉറച്ച സ്ഥലമാണെങ്കിലാണ്. ഇനി മറ്റൊരു കാര്യം, ഖബറിലേക്ക് മയ്യത്തിനെ പ്രവേശിപ്പിക്കുന്ന സമയത്ത് എന്താണ് പറയേണ്ടത്? ഓക്കെ, ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയൽ സുന്നത്താണ്. ഖബറിലേക്ക് മയ്യത്തിനെ ആരാണോ വെക്കുന്നത് ആ വെക്കുന്ന വ്യക്തി ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതുപോലെ തന്നെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് 3 പിടി മണ്ണ് വാരിയിടൽ സുന്നത്താണ്. ആ ഓരോ പിടി മണ്ണ് വാരിയിടുമ്പോഴും ആദ്യത്തെ പിടി വാരിയിടുമ്പോൾ മിനഹ ഖലഖ്നാക്കും, രണ്ടാമത്തെ വാരിയിടുമ്പോൾ വഫീഹാ നുഈദുക്കും, മൂന്നാമത്തെ പിടി വാരിയിടുമ്പോൾ വമിനഹാ നുഖ്രിജുക്കും താറത്തൻ ഉഖറ എന്ന് പറയൽ സുന്നത്തുണ്ട്. ഓക്കെ, അതിനുശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? മണ്ണടിച്ച് ഖബർ മൂടേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഖബർ ഒരു ചാണ് അളവിൽ മാത്രമേ ഉയർത്താവൂ. അതുപോലെ ഖബറിനെ പരത്തലാണ് കൂർപ്പിച്ച് നിർത്തുന്നതിനേക്കാൾ ഏറ്റവും നല്ലത്. ഖബറിനെ കൂർപ്പാക്കി വെക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് സാധാ നോർമലായിട്ട് പരത്തി വെക്കുന്ന രീതി തന്നെയാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഖബറിൻ്റെ മുകളിൽ ഒരു പച്ചയായ ചെടി പോലത്തെ എന്തെങ്കിലും വെക്കൽ പ്രത്യേകം സുന്നത്താണ്. ഓക്കെ, അപ്പോൾ ചെടി വെക്കുക എന്നുള്ളതിൻ്റെ വിധി സുന്നത്താണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഖബറിൻ്റെ മുകളിൽ വെള്ളം കുടയിൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതുപോലെ തന്നെ തലഭാഗത്ത് കല്ല് പോലത്തെ എന്തെങ്കിലും വെച്ച് അടയാളം വെക്കലും സുന്നത്താണ്. അതുപോലെ കാൽഭാഗത്തും കല്ല് പോലെ എന്തെങ്കിലുമൊക്കെ വെച്ച് അടയാളം വെക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു പാഠഭാഗത്തിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൽ യക്ഫി വദഉൽ മയ്യിത്തി അലാ വജ്ഹിൽ അർളി വൽ ബിനാഉ അലൈഹി എന്നുള്ളതാണ്. ഭൂമിയുടെ മുകളിൽ മയ്യത്തിനെ വെച്ച് മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന രീതി പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ലാ യക്ഫി, പറ്റൂല. ഓക്കെ, ഹൈസു ലം യതഅദ്ദർ അൽ ഹഫ്റു, ലാ യക്ഫി ഹൈസു ലം യതഅദ്ദർ അൽ ഹഫ്റു എന്നാണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, മാദാ യജിബു ഫി ദഫനിൽ മയ്യിത്തി, ഒരു മയ്യത്തിനെ മറവ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നിർബന്ധമാവുക എന്നുള്ളതാണ്. നമ്മളോട് പറഞ്ഞു യജിബു ഇൽജാഉൽ മയ്യിത്തി ലിൽ ഖിബ്ലത്തി, ഖിബ്ലയിലേക്ക് മയ്യത്തിനെ ചിരിച്ചു കിടത്തൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഖബർ അടച്ചു വെക്കൽ നിർബന്ധമാണ്, മയ്യത്തിൻ്റെ മുകളിലേക്ക് മണ്ണ് പോലത്തത് വീഴുന്നതിന് തടയുന്നതിന് വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് മണ്ണ് ഖബറിലേക്ക് ഇടിച്ച് ഇടേണ്ടത്. ഓക്കെ, മണ്ണ് കോരിയിടേണ്ടത്. മൂന്നാമത്തത്, മാദാ യുസ്നു ബഅദ തമാമി ദഫനി, പൂർണ്ണമായി മറവ് ചെയ്തതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് സുന്നത്ത് എന്നുള്ളതാണ് പറഞ്ഞു. വദഉ ജരീദത്തിൻ ഖദറാഅ വറഷുൽ മാഇ അലൈഹി വദഉ ഹജരിൻ ഇൻദ റഅസിഹി വരിജ്ലൈഹി. ഓക്കെ, വദഉ ജരീദത്തിൻ ഖദറാഅ, പച്ചയായ ഒരു ചെടി വെക്കുക എന്നുള്ളത് സുന്നത്താണ്. വറഷുൽ മാഇ അലൈഹി, ഖബറിന് മുകളിൽ വെള്ളം കുടൽ സുന്നത്താണ്. അതുപോലെ വദഉ ഹജരിൻ ഇൻദ റഅസിഹി വഇൻദ റിജ്ലൈഹി, തലഭാഗത്തും കാൽഭാഗത്തുമായി കല്ല് പോലത്തത് വെക്കലും സുന്നത്തുണ്ട്.